പി കെ നവാസ്, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനേറ്റ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് തുടങ്ങിയത്. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ ഇങ്ങനെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് ലീഗിന്റെ ഒരു പ്രവർത്തകനേറ്റ മർദ്ദനത്തിന്റെ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ്. ഇങ്ങനെ ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് മാത്രമുള്ള പോലീസിന്റെ ഒരു ക്രൂര സമീപനം എന്ന രൂപത്തിലാണോ അതിനെ കാണേണ്ടത്? അത് പോലീസിന്റെ പൊതുവായ സമീപനം, അതിനോട് സർക്കാർ എടുക്കുന്ന നിലപാട് ഈ തരത്തിലാണ് നിങ്ങൾ അതിനെ കാണുന്നത്? കാരണം 2012 UDF ഭരണകാലത്ത് മർദ്ദനമേറ്റതിൻ്റെ വിവരങ്ങളും ഒരു SFI നേതാവ് പറയുന്നുണ്ട്. സ്മൃതി, ആദ്യമായി കേരളത്തിലെ പോലീസ് സംവിധാനം എല്ലാ കാലഘട്ടങ്ങളിലും മർദ്ദനോപാധിയായി വരാറുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. അത് UDF ഭരണകാലത്തായാലും LDF ഭരണകാലത്തായാലും അത്തരം വാർത്തകൾ വരാറുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായി പിണറായി വിജയൻ ഭരിക്കുന്നൊരു ഘട്ടത്തിൽ എത്രയാണ് കേരളത്തിലെ പോലീസിൽ നിന്ന് ഇത്തരത്തിലുള്ള വാർത്തകൾ നിരന്തരമായി പുറത്തു വരുന്നത്? അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പരിശോധിക്കപ്പെടേണ്ട ഒന്നല്ലേ? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു, ഈ ഒരു ദൃശ്യം നമ്മളെ കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സുഹൃത്തിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നതിന് പിറകെ നിരന്തരമായ ചിത്രങ്ങൾ പുറത്തു വരുന്നു, വീഡിയോകൾ പുറത്തു വരുന്നു. എല്ലാം ഈ കഴിഞ്ഞ 2022-23 കാലഘട്ടങ്ങളിലെ വീഡിയോകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ സ്മൃതിയോട് പറയുന്നത്, സാധാരണക്കാർക്കിടയിൽ ഇപ്പോൾ കഴിഞ്ഞ ഓണം നബിദിനം സമയത്തൊക്കെ നമ്മൾ നാട്ടിലെ സാധാരണക്കാർക്കിടയിലാണ് ഉണ്ടായത്. അവരുടെ ഇടയിലൊക്കെ ഒരു വലിയ ആശങ്കയുണ്ട് സ്മൃതി. ഒരു സാധാരണക്കാരൻ്റെ ജീവനും സ്വത്തും സംരക്ഷിക്കപ്പെടേണ്ട, അതിന് നീതി ലഭ്യമാകേണ്ട പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് നീതി ചോദിച്ചിരുന്ന ആളുകളോട് ഇത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ജനങ്ങളെ നിരാശയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സാധാരണക്കാരൻ നിരാശയിൽ ഉൾപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക? നാട്ടിൽ എന്താണ് സംഭവിക്കുക? ഇപ്പം നേരത്തെ ശ്രീ ഔസഫ് പറഞ്ഞു, ഞാനൊരു പ്രൊഫഷണലി ഒരു കച്ചവടക്കാരനാണ്, ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, ഒരു കച്ചവടക്കാരനായിരുന്നു. സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ നമുക്കറിയാം. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ നിരാശയിലേക്ക് പോകുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ, ലീഗിൻ്റെ, CPM-ന്റെ നേതാക്കന്മാർ, അവർ ഭാരവാഹികളാണ്, നേതാക്കന്മാരാണ്, സമൂഹത്തിന് നീതി നടപ്പിലാക്കി കൊടുക്കേണ്ട, നേടിക്കൊടുക്കേണ്ട ആളുകളാണ്. അവർ നിരാശയിലേക്ക് പോകുന്നു. അപ്പോൾ സാധാരണക്കാരൻ്റെ സ്ഥിതി എന്താണ്? അത് സാധാരണക്കാരുടെ ഇടയിൽ കഴിഞ്ഞ 2-3 ദിവസമായി നിങ്ങളൊന്ന് സഞ്ചരിച്ചാൽ, അവർക്കിടയിൽ സംസാരിച്ചാൽ അതിൻ്റെ ഒരു ഗൗരവം നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഞാൻ പറയുന്നു, അങ്ങനെ നിരാശ ബാധിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ നിയമസഭയിൽ കഴിഞ്ഞ 15ാം നിയമസഭയിലാണെന്ന് എൻ്റെ ഓർമ്മ, സഭക്കകത്ത് പറഞ്ഞൊരു വാചകം നമുക്ക് ഓർമ്മയുണ്ടല്ലോ, പോലീസിൻ്റെ മൊറയിൽ നഷ്ടപ്പെടുത്തരുത് എന്നാണ്. ഇവിടെ പോലീസിൻ്റെ മൊറയിൽ നഗ്നമായി നഷ്ടപ്പെട്ടതിൻ്റെ ചിത്രങ്ങൾ, ആളുകൾക്കിടയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നിരന്തരമായി പുറത്തു വരുമ്പോൾ സ്വാഭാവികമായി ആ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരേണ്ട ഇത് ചുമതല വഹിക്കുന്ന ആഭ്യന്തരമന്ത്രി എവിടെയാണ്? അദ്ദേഹത്തിന് പ്രതികരണം ഉണ്ടായോ? അദ്ദേഹം ഇതിനെതിരെ ഞങ്ങൾ ശക്തമായ നടപടിയെടുക്കും, ജനങ്ങൾ നിരാശപ്പെടേണ്ടതില്ല എന്നൊരു വാചകം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണ്ടേ? എന്തിനാണ് പിണറായി വിജയൻ ഈ പിണറായി സർക്കാരിന്റെ കാലത്താണ് 108 പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടിരിക്കുന്നത്? അങ്ങനെ ഒരു പിരിച്ചുവിടൽ നടപടി ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? പോലീസുകാരുടെ ഭാഗത്തുനിന്നുള്ള ക്രൂരതയുടെ വിവരങ്ങൾ, വാർത്തകളൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ കൂട്ടമായി പിരിച്ചുവിടുന്ന നടപടി ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് മറുചോദ്യം. അല്ല, ഞാൻ സ്മൃതിയോട് ചോദിക്കുന്നത്, ഇത് കഴിഞ്ഞ 15ാം നിയമസഭയിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഒരു ചോദ്യമാണ്, നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം 83. അതിലെ ചോദ്യം ഞാൻ ചുരുക്കി പറയാം. സർവീസിൽ നിന്ന് ഇത്തരം ആളുകളെ തിരിച്ചെടുത്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അതിന് ഉത്തരം പറയുന്ന ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആ പിരിച്ചുവിട്ട 14 പേരെയും ഞങ്ങൾ തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് സസ്പെൻഡ് ചെയ്യലും തിരിച്ചെടുക്കലൊക്കെ നടക്കുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉയർത്തി കാണിക്കാനുള്ള ഒരു തുണ്ട് പേപ്പർ മാത്രമായിട്ട് അത് അവശേഷിക്കാൻ പാടില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മളിപ്പോൾ പുറത്തു വരുന്ന കണക്ക് വെച്ച് കേരളത്തിൽ അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. SRCP-യുടെ കാലം എന്നൊക്കെ മുതിർന്ന മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും പ്രസംഗിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പിണറായി വിജയന്റെ കാലത്താണ് 17 പേർ സ്റ്റേഷനകത്ത് പോലീസ് മർദ്ദനത്തിൽ കൊല ചെയ്യപ്പെട്ടു പോയത് എന്ന വാർത്ത നമ്മളെന്താ ഞെട്ടിപ്പിക്കാത്തത്? നമ്മളെന്താ അത്ഭുതപ്പെടുത്താത്തത്? സ്വാഭാവികമായി എവിടെയോ ഒരു പ്രശ്നമുണ്ട് സ്മൃതി, അതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. എന്താണ് ഇവിടുത്തെ പ്രശ്നം? എന്താണ് ഇവിടെ സംഭവം? ഇപ്പോൾ നേരത്തെ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് രജിസാറിൻ്റെ ഞാൻ കാറിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടു. അദ്ദേഹം പറയുന്നുണ്ട്, ഇതിൽ സർക്കാരിന്, പിണറായിക്ക് ഇതിൽ എന്ത് പങ്കാണെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, റിട്ടയർ SP സുഭാഷ് സാർ ഇവിടെ ഉണ്ടല്ലോ, എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ദൃശ്യം ഉണ്ടാകുമ്പോൾ, ഇതിന് മുൻ അന്വേഷണം നടക്കുമ്പോൾ, SP അന്വേഷിക്കുമ്പോൾ, DYSP അന്വേഷിക്കുമ്പോൾ, എല്ലാ ദിവസവും എന്ന പോലെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഡെസ്കിലേക്ക് ഇവിടുത്തെ ഇന്റലിജൻസ്, ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുക്കുന്നില്ലേ? ഈ വീഡിയോ കേരളത്തിൽ ആഭ്യന്തരമന്ത്രി കണ്ടിട്ടില്ല എന്നാണോ നമ്മളൊക്കെ വിശ്വസിക്കേണ്ടത്? ഞാൻ ചോദിക്കും, കേരളത്തിൽ ആഭ്യന്തര വകുപ്പിന് മുൻപിൽ ഈ കണ്ട ദൃശ്യങ്ങൾ, അത് ആഭ്യന്തര വകുപ്പിന്റെ, ഇവിടുത്തെ പോലീസിന്റെ, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ, ഇന്റലിജൻസിന്റെ അന്വേഷണത്തിലെ ഡെയിലി റിപ്പോർട്ടുകൾ പോലീസ് വകുപ്പ് മന്ത്രിയുടെ ടാബിൽ കിട്ടുമ്പോൾ ഈ ദൃശ്യം അദ്ദേഹം കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
അത് കാണാതിരിക്കുന്നുവെങ്കിൽ അദ്ദേഹം ആ കസാരയിലിരിക്കാൻ യോഗ്യനല്ല എന്നാണ് ഇവർ പറയാതെ പറയുന്നത്. ആഭ്യന്തര വകുപ്പിന് മുമ്പിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ദൈനംദിനം ഇവിടുത്തെ റിപ്പോർട്ട് ലഭിക്കുന്നില്ലേ? നമുക്ക് ഇവിടുത്തെ സിസ്റ്റത്തെക്കുറിച്ച് അറിയാലോ സ്മൃതി. എന്താ ഇവിടുത്തെ സിസ്റ്റം? ഓരോ പോലീസ് സ്റ്റേഷനിലും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാരുണ്ടാകും. ആ പരിസരം നടക്കുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് അതുപോലെ തന്നെ ഇവിടുത്തെ ഇന്റലിജൻസ് ഇതിന്റെ വിവരങ്ങൾ ശേഖരിച്ച് അതത് സമയത്ത് അതിന്റെ ഘടന പ്രകാരം SP അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റേറ്റ് അതിന്റെ തലപ്പത്തിരിക്കുന്നവർ അതുവഴി ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പിന്റെ ടേബിളിൽ എല്ലാ ദിവസവും അത് എത്തില്ലേ? ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ സുഭാഷ് ബാബു സാർ അത് തിരുത്തട്ടെ. അങ്ങനെ എത്തുമ്പോൾ ഈ പറഞ്ഞ കുന്നംകുളത്തെ വിഷയം, ഈ പറഞ്ഞിട്ടുള്ള ഇപ്പൊ പറഞ്ഞ ഔസേപ്പിന്റെ വിഷയം, ഈ പറഞ്ഞ കോഴിക്കോട്ടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം അതത് സമയത്ത് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ ടേബിളിൽ എത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിൽ ആഭ്യന്തരമന്ത്രി മൗനം പാലിച്ചിട്ടില്ലേ? ഇതിൽ നടപടി എടുക്കാതിരിക്കാൻ ആഭ്യന്തരമന്ത്രി മനഃപൂർവ്വമായി ശ്രമിച്ചിട്ടില്ലേ? ഈ റിപ്പോർട്ടുകൾ എത്തുമ്പോൾ അതിന്റെ മുന്നിൽ അദ്ദേഹം ആർക്കോ വേണ്ടിയിട്ട് ഒതുങ്ങിക്കൊടുത്തിട്ടില്ലേ? അതെങ്ങനെയാണ് കേരളത്തിൽ സാധ്യമായത്? അത് പരിശോധിക്കുമ്പോൾ അതിന്റെ ഒരു ലാർജർ തരത്തിലുള്ള ഇടപെടലുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണല്ലോ അജിത് കുമാറിൻ്റെത്, DYSP ADGP അജിത് കുമാറിൻ്റെത്. അദ്ദേഹത്തെ എങ്ങനെയാണ് ആഭ്യന്തരമന്ത്രി സംരക്ഷിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായി അദ്ദേഹത്തിന് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ, ADGP സംരക്ഷിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ എൻ്റെ മലപ്പുറം ജില്ലയുടെ SP ആയിരുന്ന സുജിത് ദാസ്, വളരെ കൃത്യമായി തെളിവുകൾ പുറത്തു വന്നല്ലോ. സുജിത് ദാസിനെ ADGP ആണ് സംരക്ഷിച്ചത്. ആ ADGP കീഴിൽ സംരക്ഷിക്കപ്പെടുന്ന CIമാർ SIമാർ ഈ കേരളത്തിൽ ഉണ്ട് എന്ന് മലപ്പുറം വിഷയത്തിനുമ്പോൾ നമുക്ക് മനസ്സിലായതല്ലേ. അപ്പോൾ ഇവിടെ കൃത്യമായി തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിനോ തങ്ങളുടെ പ്രൊഫഷണൽ നേട്ടത്തിനോ വേണ്ടിയിട്ട് വിട്ടുവീഴ്ചകൾ ചെയ്യപ്പെടേണ്ടി വരുമ്പോൾ ആഭ്യന്തരമന്ത്രിക്ക് ഉൾപ്പെടെ പോലീസിന് മുമ്പിൽ മുട്ടുമടക്കി കൊടുക്കേണ്ട ഗതികേടുണ്ടാകുന്നുണ്ട്. അത് ചില രാഷ്ട്രീയ തീരുമാനങ്ങളുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പൊതുജനങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്ന ഞാൻ വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതൊന്നും അറിയാത്തൊരു ആഭ്യന്തരമന്ത്രി, ഇതൊന്നും അറിയില്ല, പോലീസ് സ്റ്റേഷനിൽ നടന്ന വീഡിയോ ദൃശ്യങ്ങളെ കുറിച്ച് അറിയില്ല, ഇന്റേണൽ അന്വേഷണം നടന്നതിനെ കുറിച്ച് അറിയില്ല, അതുമായി ബന്ധപ്പെട്ട RTI വിവരത്തിന് മറുപടി കൊടുക്കാത്ത അറിയില്ല, വീഡിയോ കൊടുത്തപ്പോൾ അറിയില്ല, ഇതൊന്നും അറിയാത്തൊരു ആഭ്യന്തരമന്ത്രിയാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയെങ്കിൽ അദ്ദേഹം ആ കസാരയിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന മലയാളിക്ക് പറയാനുള്ളത്. ഇതൊന്നും അറിയാതിരിക്കാൻ ഒരു സാധ്യതയില്ലല്ലോ. ഇതെല്ലാം അറിയുന്ന ആളായിരിക്കും ആഭ്യന്തരമന്ത്രി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്കറിയാം, ഈ പറയുന്ന ADGP അജിത്തിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, റിട്ടയർ ചെയ്തു പോയ നമ്മുടെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് ഉണ്ടല്ലോ, അദ്ദേഹം പ്രതിയാണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ പുനരന്വേഷണം നടത്താനല്ലേ നമ്മുടെ ആഭ്യന്തരമന്ത്രി തീരുമാനിച്ചത്. അപ്പൊ ആഭ്യന്തരമന്ത്രിയുടെ പ്രൊട്ടക്ഷൻ ADGP കിട്ടുന്നുണ്ട്, ADGPയുടെ പ്രൊട്ടക്ഷൻ SP കിട്ടുന്നുണ്ട്, SPക്ക് താഴെ CIമാർക്കും SIമാർക്കും താല്പര്യമുള്ളവർക്ക് അവർക്ക് പരിരക്ഷ കിട്ടുന്നുണ്ട്. അതാണ് നേരത്തെ റിട്ടയർ SP സാർ സുഭാഷ് ബാബു സാർ പറഞ്ഞത്. ചില ഉദ്യോഗസ്ഥന്മാർ ചില ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുന്നു, ആ ഉദ്യോഗസ്ഥന്മാർക്ക് രാഷ്ട്രീയ നേതൃത്വ സംരക്ഷണം കൊടുക്കുന്നു, അത് ആഭ്യന്തര വകുപ്പാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഇപ്പോ ഈ പുറത്തു വന്നിരിക്കുന്ന വാർത്തകളിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു തെളിവ് ഇനി വേണം എന്ന് പറയാൻ നമുക്ക് ആർക്കെങ്കിലും സാധ്യമാണോ? എന്നിട്ട് ഇതുവരെ എന്ത് നടപടിയാണ് എടുത്തത്? സസ്പെൻഷനിലാണ്. സ്മൃതി, ദൗർഭാഗ്യകരം എന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. എന്താ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സസ്പെൻഷൻ ആയാൽ സംഭവിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞ നിയമസഭാ ചോദ്യത്തിന് ഉത്തരത്തിലാണ് ഞാൻ പറഞ്ഞത്. 6 മാസത്തിനിടയിൽ 14 പേരെ സസ്പെൻഡ് ചെയ്ത് അവരൊക്കെ തിരിച്ചെടുത്തു. ഇനി സസ്പെൻഷൻ സമയത്ത് എന്താ ഇവർക്ക് സംഭവിക്കുന്നത്? ഇവർക്ക് ജോലിക്കൊന്നും പോണ്ട, വീട്ടിലിരിക്കാം, പകുതി ശമ്പളം ഇവർക്ക് വീട്ടിൽ കിട്ടും. ഇതാണ് സസ്പെൻഷൻ നടപടി. ഇതാണോ ഈ കേസിൽ എടുക്കേണ്ടത്? മാത്രമാണ് സസ്പെൻഷൻ, അതൊരു നടപടിയായി കരുതാൻ പറ്റില്ല. ആദ്യം പരാതി ഉയർന്നപ്പോൾ നടപടിയായി വന്നിരിക്കുന്നത് അവർക്ക് ജില്ലയിൽ തന്നെ വിവിധയിടങ്ങൾ, സുജിത്തിന്റെ കാര്യത്തിൽ ജില്ലയിൽ തന്നെ വിവിധയിടങ്ങളിലേക്ക് ട്രാൻസ്ഫർ ആയിരുന്നു. അതെ, തീർച്ചയായും ഞാനതാ പറഞ്ഞു വരുന്നത്. അച്ചടക്ക നടപടി എന്ന് പറഞ്ഞാൽ എന്തിന്റെ മുകളിലാണ് അച്ചടക്ക നടപടി എടുക്കേണ്ടത്? അതൊരു വീഴ്ച സംഭവിച്ചാലാണ്. ഇത് കേവലം ഒരു വീഴ്ചയാണോ? വീഴ്ചയല്ലല്ലോ. അന്ന് IPC ആണല്ലോ ഈ സംഭവം നടക്കുമ്പോൾ. IPC ആക്ട് പ്രകാരം ഒരു പൗരനെ നീതി കിട്ടണമെങ്കിൽ എന്ത് സംഭവിക്കണം? 326 വകുപ്പ് പ്രകാരം കേസെടുക്കണം, 324 പ്രകാരം കേസെടുക്കണം, അതുപോലെ 308 പ്രകാരം വധശ്രമത്തിന് കേസെടുക്കണം. ഇവിടെ അങ്ങനെ എന്തെങ്കിലും FIR ഇട്ടോ? എടുത്തില്ലല്ലോ സ്മൃതി. മാത്രമല്ല, പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പൗരൻ, ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു ബിസിനസ്സുകാരൻ, അദ്ദേഹം പോയിട്ട് ഒരു പരാതി കൊടുത്തിട്ട് അവർ കേസെടുക്കാൻ തയ്യാറായില്ല. എന്നിട്ട് അവർ മനുഷ്യാവകാശ കമ്മീഷനിൽ പോകണം, അവർ വിവരാവകാശ കമ്മീഷനിൽ പോകണം, എന്നിട്ട് കോടതിയിൽ പോകണം. കോടതിയിൽ നിന്ന് കോടതി പറയുമ്പോൾ ഇവർ കേസെടുക്കണം. ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിൽ സാധാരണക്കാരന് നിരാശയാണോ പ്രതീക്ഷയാണോ ഈ ഗവൺമെന്റിൽ ഉണ്ടാക്കേണ്ടത്? ഞാൻ പറഞ്ഞത്, പോലീസ് എല്ലാ കാലത്തും ഇത്തരത്തിൽ ചെറുതും വലുതുമായ വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്. ന്യൂനപക്ഷമാണ് പോലീസിനകത്ത് ഇത്ര ചെയ്യുന്നതെങ്കിൽ പോലും എല്ലാ കാലത്തും ഇത് ഉണ്ടാകാറുണ്ട്. പക്ഷേ ആ ന്യൂനപക്ഷം ഒരു ഭൂരിപക്ഷമായി മാറുകയും ആ ഭൂരിപക്ഷത്തെ സംരക്ഷിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദം ഉണ്ടാവുകയും ആ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് കീഴ്പ്പെട്ടു പോകുന്ന ആഭ്യന്തര വകുപ്പും ആഭ്യന്തര സംവിധാനം ഉണ്ടാവുകയും അവിടെ പലതും മറച്ചു വെക്കാനും കോംപ്രമൈസ് ചെയ്യാനും, നമുക്കറിയാലോ RSSുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന പോലീസാണ് കേരളത്തിന്റെ പോലീസ്. നമ്മളൊക്കെ പറയുമ്പോൾ സംരക്ഷണം ഒരുക്കിയത് രജിസ്ട്രാറിന് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സഹയാർത്ഥിമാർ അവർക്ക് സംരക്ഷണം ഒരുക്കി. ഇപ്പൊ അവരും പ്രതിസന്ധിയിലാണ്. ഇപ്പോ CPMന്റെ ലോക്കൽ സെക്രട്ടറി, കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ കണ്ടു, CPMന്റെ ഒരു LC കമ്മിറ്റി സെക്രട്ടറി അദ്ദേഹത്തിന്റെ ദുരനുഭവം ഫേസ്ബുക്കിൽ ഇട്ടു. മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോവാണ് പാർട്ടിക്കാര്. പ്രതികരിക്കരുത് എന്ന് പാർട്ടി നിർദ്ദേശമുണ്ട്,
പാർട്ടി നിർദ്ദേശമുണ്ട് പ്രതികരിക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോകാൻ എന്തൊരു ദയനീയമായ ചിത്രമാണ്. പാർട്ടി സഖാക്കൾക്ക് പോലും നീതി കിട്ടാത്ത വിധം ഈ പോലീസ് സംവിധാനം രണ്ട് ദ്വന്ദ്ങ്ങളായി മാറിയിരിക്കുന്നു. ഒരു ഭാഗത്ത് ആഭ്യന്തര വകുപ്പിന്റെ, മറുഭാഗത്ത് RSS ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ പിടിമുറുക്കൽ ഉണ്ടായിരിക്കുന്നു. അതിനിടയിൽ നിസ്സഹായമായി നിൽക്കുന്ന ജനങ്ങളാണ് കേരളത്തിൽ ഉള്ളത് എന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്. ശരി.